രാത്രി 12-ന് ശേഷം ആ നഗരത്തിന് ഒരു വേറിട്ട മുഖമാണ്. വഴികളിൽ നിരനിരയായി നാഷണൽ പെർമിറ്റ് ലോറികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡ്രൈവർമാർ. പകൽ മുഴുവൻ വാഹനങ്ങളുടെയും ആളുകളുടെയും ശബ്ദത്തിൽ മുങ്ങിയിരുന്ന വഴികൾ പോലും അർദ്ധരാത്രിക്ക് ശേഷം സൂചി വീഴുന്ന നിശബ്ദതയിൽ ഉറക്കമാകും. ആ നിശബ്ദതയുടെ നടുവിൽ പട്ടണത്തിൻ്റെ അറ്റത്തുള്ള എല്ലാ വിളക്കുകളും കെടുത്തിയ ഒരു വലിയ ഇരുനില വീട്. വീശി വന്ന വരണ്ട കാറ്റ് വീട്ടിനുള്ളിലെ ജനലിൻ്റെ തിരശീലകൾ ഉയർത്തിയാടി ഭിത്തിയിൽ തട്ടുന്ന ചെറിയ ശബ്ദം. ഹാളിലെ പഴയ തടി ഘടികാരം 12 മണി അടിച്ചു നിന്നു. അതിൻ്റെ ഓരോ വലയും ശൂന്യമായ മുറികളിലൂടെ നീങ്ങി പ്രതിധ്വനിക്കുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ വിൻസെൻ്റും ഭാര്യ സെറീനയും മാത്രം. അവരുടെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായ ആ വീട് അവരുടെ ആവശ്യങ്ങളെക്കാൾ വലുതായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അവർക്കും 3 മക്കൾക്കും വേണ്ടി പണിത ആ 4 മുറികളിൽ 3 ഇപ്പോൾ വെറും കാഴ്ചവസ്തു പോലെ ആയിത്തീർന്നിരിക്കുന്നു. വില കൂടിയ ഫർണിച്ചറുകൾ ഉപയോഗമില്ലാതെ പൊടി പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭിത്തികളിൽ നിറയെ അവരും മക്കളും കൊച്ചുമക്കളും പല കാലങ്ങളിലെടുത്ത ഫോട്ടോകൾ. 3 മക്കളും ഇന്ന് വിദേശത്താണ്. ഒരാൾ കാനഡയിൽ, ഒരാൾ ലണ്ടനിൽ, മറ്റൊരാൾ ദുബായിൽ. മാസം തോറും വരുന്ന പണത്തിൻ്റെ മെസ്സേജുകളുടെ ശബ്ദമാണ് മക്കളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ചിലപ്പോൾ മരുന്നുകളും ഓൺലൈനായി എത്തും. പിറന്നാളുകൾക്ക് പൂക്കളും കേക്കും വീട്ടിൽ കൃത്യമായി എത്തും. ആ ബേക്കറിക്കാരനാണോ മക്കളാണോ ആ ദിവസങ്ങൾ കൃത്യമായി ഓർമ്മിക്കുന്നതെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ഒന്നിനും ഒരു കുറവില്ലാത്ത ജീവിതത്തിൽ ജീവനില്ലാത്ത ചിലവ് മാത്രം നോക്കി അവരെ പരിഹസിക്കുന്നുണ്ടോ അവർക്കും അറിയില്ല. ആ രാത്രി വിൻസെൻ്റ് കിടക്കയിൽ നിന്നെഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. താഴത്തെ തോട്ടത്തിൽ നിഴലുകൾ കട്ടപിടിച്ച് നിൽക്കുന്നു. മറുവശത്ത് അനന്തമായി നീളുന്ന റോഡിൽ നിരനിരയായി ലോറികൾ കിടക്കുന്ന കാഴ്ച അയാൾ നിലാവെളിച്ചത്തിൽ കണ്ടു. ബെഡിൽ പരതി നോക്കിയ സെറീന ജനലരികിലേക്ക് നോക്കി ചോദിച്ചു, ഇനിയും ഉറങ്ങിയില്ലേ? ഉറക്കം വരുമ്പോൾ ശൂന്യമായ വീട് ഉണർത്തുന്നു. അയാൾ മന്ദഹസിച്ചു. ആ ചിരിയിൽ ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ പിൻഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം, ലോഹത്തിൽ തട്ടുന്ന ശബ്ദം. വിൻസെൻ്റ് മുറിയിലെ ലൈറ്റ് തെളിച്ചില്ല. വളരെ ദൂരം പ്രകാശമെത്തുന്ന ടോർച്ചെടുത്ത് തെളിച്ചു പിടിച്ചുകൊണ്ട് അടുക്കളയുടെ വർക്കേരിയയിലേക്ക് അടിച്ചു നോക്കി. പെട്ടെന്ന് ഒരു നിഴൽ അടുക്കളയിലേക്കുള്ള ഗ്രിൽ വാതിലിലേക്ക് മാറിയിരിക്കുന്നു. തൊട്ടു പിന്നിൽ സെറീനയുമുണ്ട്. നിന്നോടാരാ കൂടെ വരാൻ പറഞ്ഞത്? മാഷെ, കള്ളന്മാരാവും. മാഷ് തന്നെ അപകടമല്ലേ? ആരാത്? മാഷ് കടുപ്പത്തിൽ അലറി. അടുക്കളയുടെ ഭാഗത്തെ മാസ്റ്റർ സ്വിച്ച് അമർത്തി. പുറത്തെ എല്ലാ ലൈറ്റുകളും ഒരുപോലെ തെളിഞ്ഞു. അയ്യോ! സെറീന ഭയന്നു പോയി. മാഷിൻ്റെ തലമുറിഞ്ഞ് ചോരയൊഴുകുന്നു. ഭയചകിതനായ ഒരു പയ്യൻ കയ്യിലൊരു ദണ്ടുമായി നിൽക്കുന്നു. മാഷായിരുന്നു. ഭയചകിതനായ അവൻ്റെ വിഹ്വലത കലർന്ന ശബ്ദം കേട്ട് വിൻസെൻ്റ് മാഷ് വേദനയിലും തലയുയർത്തി നോക്കി ചോദിച്ചു, നീ ആരാ? മാഷേ, ഞാൻ ആരിഫ്. ഏതാരിഫ്? ഇറച്ചി വെട്ടുകാരൻ മജീദിൻ്റെ മോൻ, പോത്തുവെട്ടിച്ചത്ത. നീയോ? മാഷ് അത്ഭുതത്തിൽ നോക്കി. നീ മാഷിനെ അറിയുമോ? സെറീന ചോദിച്ചു. അറിയോന്ന്? മാഷ് എൻ്റെ ദൈവമായിരുന്നു. സെറീനയ്ക്ക് ആ വേദനയിലും കേട്ടപ്പോൾ ചിരി പൊട്ടി. എന്നിട്ടാ ചക്ക നീ ദൈവത്തിൻ്റെ തല പൊട്ടിച്ചേ? വിൻസെൻറ്റിനും ചിരി വന്നു. നീ എന്നാടാ മോഷണം പഠിച്ചേ? ഞാൻ നിന്നെ കണക്കല്ലേ പഠിപ്പിച്ചത്? മാഷെ, ജീവിതത്തിൻ്റെ കണക്ക് തെറ്റിയപ്പോൾ ഞാനൊരു മോഷ്ടാവായി. മാഷെ, ആശുപത്രിയിൽ പോകാം, സെറീനയും ആരിഫും ഒരുമിച്ച് പറഞ്ഞു. വേണ്ട, ചെറിയൊരു മുറിവാണ്. മാഷെ, പോകാം മാഷെ. അവൻ മാഷിൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞു. മാഷിൻ്റെ വീടാണെന്നറിഞ്ഞില്ല ഞാൻ. നിന്നെ ഒരു തവണ കുറെ തല്ലിയതല്ലേ? ദൈവത്തിൻ്റെ കണക്കിൽ തിരിച്ചു കിട്ടിയതാവും. മാഷ് അങ്ങനെ പറയല്ലേ, ഞാൻ അറിയാതെ. അവർ രണ്ടുപേരും അവിടെ ഹാളിൽ കസേരയിലിരുന്നു. ആരിഫ് നിലത്ത് മാഷിൻ്റെ കാലിനടുത്തായി ഇരിപ്പുറപ്പിച്ചു. സെറീന വേഗം പോയി ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവന്നു. അവരും കൂടി
മാഷിൻ്റെ മുറിവ് തുടച്ച് മരുന്ന് വെച്ചു. ചെറിയൊരു മുറിവാണെന്നത് കണ്ട് ആരിഫിൻ്റെ മുഖത്ത് ചെറിയൊരു സമാധാനം പരന്നു. മാഷ് അവനെ ആകെ നോക്കി. തൻ്റെ 10ാം ക്ലാസ്സിലെ മിടുക്കനായ പയ്യൻ ആരിഫ് അവനെത്ര മാറി. മീശയില്ലാത്ത മുഖത്ത് ദൃഢഭാവം, കണ്ണിലെ നിഷ്കളങ്ക ഭാവത്തിൻ്റെ സ്ഥാനത്ത് ക്രൂരതയാണോ ദൈന്യതയാണോ അറിയാനാവുന്നില്ല. എൻ്റെ അടി കൊണ്ട് ഓടിപ്പോയ നീ ഏതറ്റം വരെ പോയി? മാഷിൻ്റെ ചോദ്യത്തിൽ അവൻ്റെ കണ്ണു നിറഞ്ഞു. മാഷേ, അന്ന് മാഷ് എന്നെ എന്തിനാ തല്ലിയത്? നീ എവിടെ എത്തേണ്ടവനാ? നീ മോഷണം ചെയ്താൽ നിന്നെ അത്രയ്ക്കിഷ്ടമായ എനിക്ക് സഹിക്കുമോ? മാഷേ, ഞാനാണോ മോഷ്ടിച്ചത്? പിന്നാരെ? ആരെന്നറിയില്ല മാഷേ. ഞാനെന്ന് പറഞ്ഞ സത്യം വിശ്വസിക്കാൻ കഴിയാതെ മാഷും എന്നെ തല്ലിയപ്പോൾ ഉപ്പ നഷ്ടപ്പെട്ട എൻ്റെ അഭിമാനം നിങ്ങളുടെയൊക്കെ മുന്നിൽ തകർന്നു വീണപ്പോൾ ഓടിപ്പോവുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അവൻ കരഞ്ഞു. നിഷ്കളങ്കനായ ആ 15 വയസ്സുകാരൻ മാഷിന് മുന്നിൽ പുനർജനിക്കുകയായിരുന്നു. സെറീന അവനെ ഒരു മകനെ എന്ന പോലെ ചേർത്ത് പിടിച്ചു. ആദർശധീരനായ ആ അധ്യാപകൻ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ ഒരുവനെ പോലെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ആരിഫ്, മോനെ, എൻ്റെ കണക്കുകൾ ശരിയായിരുന്നു. പക്ഷേ കണക്കിനപ്പുറം മനുഷ്യൻ്റെ മനസ്സ് കാണാതെ കൂട്ടിയെടുത്ത കഥകളെല്ലാം തെറ്റിപ്പോയി. അയാൾ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നിന്നെ തെറ്റിച്ച എൻ്റെ കണക്കുകൾക്ക് പ്രായശ്ചിത്തം ഞാൻ ചെയ്യും മോനെ. അയാൾ അവൻ്റെ കൈകളിൽ ഒരിക്കലും അയയാത്ത വിധം മുറുകി